തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ മാസങ്ങളായി കുടിശ്ശിക ആയതിലും കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റ് കമ്മീഷൻ ലഭിക്കാത്തതിലും ഓണക്കാലത്ത് പ്രഖ്യാപിച്ച 1000 രൂപ അലവൻസ് നൽകാത്തതിലും KTPDS കാലോചിതമായി പരിഷ്കരിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ. മാർച്ച് സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ പോലീസ് തടഞ്ഞു. പരിഷ്കരിക്കുക സർക്കാരെ, പരിഷ്കരിക്കുക സർക്കാരെ. ഓണക്കാലം പ്രഖ്യാപിച്ച 1000 രൂപ ഉത്സവത്ത നാളുകൾ 90 ഇന്നേ വരെയും സമരം സിന്ദാബാദ്. തുടർന്ന് നടന്ന ധർണ മോഹനൻ കാരലിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് പ്രസിഡന്റ് ബഷീർ പൂവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റേഷൻ വ്യാപാരികളുടെ തീരാ ദുരിതം വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2018 റേഷൻ വ്യാപാരികളുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ താൽക്കാലികമായി റേഷൻ കടകൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയും 3 മാസത്തിനുള്ളിൽ ഒരു ഉപസമിതി ആ കാര്യത്തെ സംബന്ധിച്ച് പഠനം നടത്തി ധനകാര്യ വകുപ്പിന്റെ പഠനത്തിനു ശേഷം സിവിൽ സപ്ലൈസിന്റെ കാര്യാലയത്തിലേക്ക് അയച്ച് റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ രീതിയിൽ ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 2018 തുച്ഛമായ ഈ കമ്മീഷൻ വ്യവസ്ഥയ്ക്ക് സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അന്ന് പ്രവർത്തനം ആരംഭിച്ചു. കെ ലിയാഖത്ത് അലി, KV സലാം, തടത്തിൽ ബുഷ്റുദ്ദീൻ, ഷൈനി വിശ്വനാഥ്, VN ജയകൃഷ്ണൻ, കാഞ്ഞിരശ്ശേരി രാധാകൃഷ്ണൻ, K ഉണ്ണികൃഷ്ണൻ, KVP കോയാമു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. VP ഖാദർ ഹാജി സ്വാഗതവും കരിമ്പിൽ ഷാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.